കവിഞ്ഞൊഴുകുന്ന പ്രാർത്ഥനയിൽ ജപമണിമാലകളുണരുന്നു. ഒരുമയിലേവരും കൈകോർക്കാം, കൃപയുടെ പരിമളമുയരുന്നു. പ്രിയതമനായി ഗുരുവരനായി ഈശോ അണയുന്നു. Shalom Fellowship Night. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആനന്ദകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ഗ്രെഗ് ആൻഡേഴ്സൺ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ലിവിങ് ലൈഫ് ഓൺ പേർപ്പസ് എന്നാണ്. ഉദ്ദേശത്തോടെ, ലക്ഷ്യബോധത്തോടെ എങ്ങനെ ഒരു ജീവിതം നയിക്കാം. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം അയാളും ഭാര്യയും തമ്മിൽ ഒരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടായി. ആ തർക്കം വളർന്നു. ഓരോരുത്തരും അവരുടെ നിലപാടിൽ ശക്തമായി വാശിയോടെ ഉറച്ചു നിന്നു. അത് വലിയൊരു വാഗ്വാദമായി, കോലാഹലമായി. അവസാനം ഈ ഭാര്യ ഇദ്ദേഹത്തോട് പിണങ്ങി വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇത് ഈ മനുഷ്യനെ വളരെയധികം ദുഃഖിപ്പിച്ചു. അദ്ദേഹം വിഷാദത്തിന് അടിമയായി. അദ്ദേഹം ചിന്തിച്ചു, ഇനി എനിക്കാരുമില്ല, ഞാൻ ഏകാകിയാണ്. അങ്ങനെ ചിന്തിച്ച് വളരെ നിരാശനായി അദ്ദേഹം ജീവിക്കുകയാണ്. ഒരു ദിവസം ഈ മനുഷ്യൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് കയറി. അവിടെയുള്ള എല്ലാവരും അദ്ദേഹം ശ്രദ്ധിച്ചു. ആരും സംസാരിക്കുന്നില്ല, എല്ലാവരും ദുഃഖിതരായിരിക്കുകയാണ്. ആ ഹോട്ടലിൻ്റെ മൂലയിൽ ഒരു അമ്മയും കുഞ്ഞുമുണ്ട്. അവർക്ക് വെയിറ്റർ ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പോൾ ഈ കുഞ്ഞ് ഉറക്കെ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? അപ്പോൾ അമ്മ പറഞ്ഞു, തീർച്ചയായും മോള് പ്രാർത്ഥിച്ചോ. അപ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും തലകുനിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കുഞ്ഞ് പറഞ്ഞപ്പോൾ എല്ലാവരും അതനുസരിച്ചു. ആ കുഞ്ഞ് തൻ്റെ ഒരു പ്രാർത്ഥന അവിടെ ഉറക്കെ ചൊല്ലി. ദൈവമേ, അവിടുന്ന് വലിയവനാണ്, അങ്ങെത്രയോ നല്ലവനാണ്. ഈ ഭക്ഷണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം, ആമേൻ. ആ കുഞ്ഞിനോടൊപ്പം എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ ഹോട്ടൽ മുറിയിലെ മുഴുവനും ഒരു സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു വലിയ തരംഗം അലയടിക്കുവാൻ ആരംഭിച്ചു. എല്ലാവരും സംസാരിക്കുവാൻ തുടങ്ങി. ഈ മനുഷ്യൻ, ദുഃഖിതനായി ഹോട്ടലിൽ കയറിയ മനുഷ്യൻ പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ അത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ദൈവം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നൽകിയിട്ടുള്ളത് എന്ന് ഞാൻ ഓർത്തു. എൻ്റെ ഇപ്പോഴുള്ള നഷ്ടത്തെ ഞാൻ മറന്നു. അത് എൻ്റെ ജീവിതത്തെ ഉന്മേഷഭരിതമാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നമുക്ക് വലിയ ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേക അനുഗ്രഹങ്ങൾ, എണ്ണി പറയുവാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത്
നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള പരാതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആനന്ദകരമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുക, അതിനെ ഓർത്ത് നന്ദി പറയുക എന്നുള്ളതാണ്. കോട്ടയിലെ ധ്യാനിക്കുവാൻ വന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ നല്ല ഒരു ജോലിയുണ്ട്. പക്ഷേ അദ്ദേഹം ദുഃഖിതനും നിരാശനുമാണ്. അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു IAS നേടുക. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി, പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. എനിക്ക് എൻ്റെ സ്വപ്നമായ IAS നേടുവാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വലിയ ദുഃഖത്തിന് അടിമയാണ്. നോക്കുക, ആ മനുഷ്യനിപ്പോൾ നല്ല ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്, അയാൾക്ക് ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് അദ്ദേഹത്തിന് കണ്ണുകളില്ല, ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. കിട്ടാതെ പോയൊരു കാര്യത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം നിരാശയ്ക്ക് അടിമപ്പെട്ട് അതിൽ നിന്ന് മോചനം നേടുവാനായി മദ്യപാനത്തിൽ അഭയം തേടുകയാണ്. നമ്മളെല്ലാവരും ഈ തരത്തിലുള്ള ഒരു മണ്ടത്തരമാണ് ചെയ്യുന്നത്. ചാൾസ് ഡിക്കൻസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. അവ എല്ലാ മനുഷ്യർക്കും ഏറെ ഉണ്ട്. നിർഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അത് എല്ലാവർക്കും കുറേയുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ നിർഭാഗ്യകരമായ അനുഭവം ഉള്ളത് എന്ന്. ഈ അനുഭവങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. എന്നാൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയ കൃപകളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പ്രകാശപൂർണമാകുമെന്ന് പ്രശസ്ത സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസ് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ദൈവപുത്രനായ ഈശോ ഈ ലോകത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ മാതൃക ആനന്ദകരമായ ജീവിതത്തിൻ്റെ മാതൃകയാണ്. എന്താണ് ഈശോ ചെയ്തത്? ഈശോയുടെ ഓരോ പ്രവൃത്തിക്ക് മുമ്പ് അവിടുന്ന് പിതാവിന് നന്ദി പറഞ്ഞിരുന്നു. അപ്പമെടുക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, ഈശോ കരങ്ങളിലെടുത്ത് വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക്, പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പിതാവിന് നന്ദി പറയുക. ഓരോ പ്രവൃത്തിക്കും മുമ്പ് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈശോ ആ പ്രവൃത്തി ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ നിശ്ചയമായും ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉത്ഥാനത്തിൻ്റെ ആനന്ദത്താൽ നമ്മുടെ ജീവിതങ്ങൾ നിറയും. അതുകൊണ്ട് നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, നൽകിയതിനെക്കുറിച്ച്, കിട്ടിയതിനെക്കുറിച്ച് മാത്രം ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വില്ലി നെൽസൺ പ്രശസ്തനായിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റാണ്, ഗായകനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണുവാൻ തുടങ്ങി. അപ്പോൾ മുതൽ എൻ്റെ ജീവിതം നേർവഴിയിലായി. നേരത്തെ എൻ്റെ ജീവിതം പാളം തെറ്റിയിരുന്നു, ട്രാക്ക് തെറ്റിയാണ് പോയിരുന്നത്. കാരണം എനിക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ഞാൻ ദുഃഖിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഓരോ ദിവസവും കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എണ്ണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം നേർവഴിയിലായി എന്ന് വില്ലി നെൽസൺ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു രഹസ്യമാണ്. ആനന്ദകരമായ ജീവിതത്തിൻ്റെ രഹസ്യം തെസ്സലോനിക്കക്കാർ എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കക്കാർ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യപ്രകാരമാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ.
എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. അടുത്ത വാക്യം ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ജീവിതം നന്ദി നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണമെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ആനന്ദകരമാക്കുവാനുള്ള മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒരു പേർപ്പസ്, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലർക്കും ഈ ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ജീവിതം അർത്ഥശൂന്യമായി തോന്നുകയാണ്. ചിലരൊക്കെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, പ്രവർത്തിക്കാനില്ല. നിങ്ങളും എൻ്റെ പ്രേക്ഷകരിൽ പലരും റിട്ടയർ ചെയ്തവരായിരിക്കും. ഒരു ബോറിംഗ് ലൈഫ്, ഡൾ ലൈഫാണ്, ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാകാം. ഞാൻ ഒരു മാസം മുമ്പ് ഒരു വീട്ടിൽ ചെന്നു. അവിടെ കുടുംബനാഥൻ 85 വയസ്സുള്ള ഒരു മനുഷ്യൻ, റിട്ടയേർഡ് അധ്യാപകനാണ്. അദ്ദേഹം ഇപ്പോഴും വളരെ വളരെ ആക്റ്റീവാണ്, സന്തോഷമാണ്. ഞാൻ ചെന്നത് സന്ധ്യാസമയത്താണ്. ആ സമയത്തും അദ്ദേഹം വീട്ടിലില്ല. അദ്ദേഹം എപ്പോഴും പ്രവർത്തന നിരതനാണ്. അദ്ദേഹം വിൻസെൻ്റ് പോളിൽ പ്രവർത്തിക്കുന്നു, പാവങ്ങൾക്ക് വീട് വയ്ക്കുവാനായിട്ട് അധ്വാനിക്കുന്നു, അതിനുവേണ്ടിയുള്ള കളക്ഷൻ എടുക്കുന്നു. എല്ലാ ദിവസവും രാവിലെ നടന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് പള്ളിയിലേക്ക് പോകുന്നു. വൈകുന്നേരം മകൻ്റെ ഒരു കടയുണ്ട്. മകന് ഒഴിവുള്ള സമയമുള്ളപ്പോൾ, തിരക്കുള്ളപ്പോൾ അദ്ദേഹം കടയിലിരിക്കുന്നു. ഇങ്ങനെ രാത്രി വരെ അദ്ദേഹം വളരെ കർമ്മനിരതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷവാനാണ്. നമുക്ക് ഈ ലോകത്ത് തന്നെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം വലിയ ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയും എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിന് ഉന്നതമായൊരു അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് അപ്പുറത്ത് നിത്യജീവനുണ്ട്, ഒരു പ്രകാശപൂർണമായ ജീവിതം എനിക്കുണ്ട് എന്ന ചിന്തയാണ് ഈ ലോകത്തിൽ ആനന്ദകരമായി ജീവിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. എൻ്റെ കർത്താവ് വീണ്ടും വരും, രണ്ടാമതും വരും എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ. ആ കർത്താവിനെ ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ആ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയുമാണ്. എനിക്കൊരിക്കലും നിരാശപ്പെടുവാൻ സാധിക്കില്ല. കാരണം കർത്താവ് വരും, ഈശോ വരും. ആ യേശുവിനെ കുറിച്ചുള്ള, വീണ്ടും വരുന്ന കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു മനുഷ്യനെ സന്തോഷഭരിതനാക്കി തീർക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. യോഹന്നാൻ 16:22. ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അത് ഈശോ രണ്ടാമത് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുമെന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ആനന്ദപൂർണ്ണമാക്കി തീർക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രസിദ്ധനായിട്ടുള്ള വചനപ്രഘോഷകൻ, അദ്ദേഹത്തെ ഒരു രാത്രിയിൽ ഒരു സ്ത്രീ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് പറഞ്ഞത്, നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നിൻ്റെ ആത്മാവ് നശിച്ചു പോകും. നിൻ്റെ ആത്മാവിന് ഒരു നിത്യമായ ജീവന് അവകാശമുണ്ട്, അത് നീ നശിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ ആ രാത്രിയിൽ ഈ സ്ത്രീയോട് നിത്യ ജീവിതത്തെക്കുറിച്ച് അനേക സമയം സംസാരിച്ചു. ആ സംസാരം ആ സ്ത്രീയുടെ മനസ്സിനെ സ്പർശിച്ചു. ആത്മഹത്യ ചെയ്യുവാനുള്ള തീരുമാനം അവർ ഉപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകജീവിതം താൽക്കാലികമാണ്. ഇവിടെയുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും കടന്നു പോകും. എന്നാൽ ഇത് കഴിഞ്ഞ് നമ്മെ കാത്തിരിക്കുന്ന
ഒരു പ്രകാശപൂർണമായ സന്തോഷപൂർണമായ ആനന്ദത്തിൻ്റേതായ ഒരു നിത്യജീവനുണ്ട് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ശക്തി നൽകുന്നത്, മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നൊരു തീരുമാനമെടുക്കാം, ഞാൻ ഒരിക്കലും ദുഃഖത്തോടെ ജീവിക്കുകയില്ല. അത് എൻ്റെ പിതാവിനെ വലിയ വേദനയ്ക്ക് ഇടയാക്കും, പിതാവിന് വിഷമമുണ്ടാക്കും. ഞാൻ പിതാവിൻ്റെ മകൻ, പിതാവിൻ്റെ മകൾ ദുഃഖത്തോടെ ഇരിക്കുന്നത് പിതാവിന് വലിയ വിഷമമുണ്ടാക്കും എന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതം ആനന്ദത്തോടെ നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രകാശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ ഒരു ദാനമാണല്ലോ നന്മ. ജീവിതത്തിൽ എനിക്ക് അവിടുന്ന് നൽകിയിട്ടുള്ള നന്മകളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ ചെയ്യുവാനായി എനിക്ക് കൃപ നൽകണമേ. ഞാൻ പലപ്പോഴും നന്മ കാണുന്നില്ല. ഓ എൻ്റെ പിതാവേ, അവിടുന്ന് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ ആനന്ദത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണുവാൻ, അങ്ങേക്കെപ്പോഴും സ്തോത്രം ആലപിക്കുവാൻ അങ്ങയുടെ ശക്തി എൻ്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ജീവിതം ഒരു ലക്ഷ്യത്തോടെ പൂർത്തീകരിക്കുവാൻ, എന്നെ തന്നെ മറന്നുകൊണ്ട് എൻ്റെ സഹജീവികൾക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ. എല്ലാറ്റിനുമുപരി ഈ ജീവിതം കടന്നു പോകുന്നതാണെന്നും ഇതിനപ്പുറം എന്നെ കാത്തിരിക്കുന്ന ആനന്ദകരമായൊരു ജീവിതമുണ്ടെന്നും അവിടുന്ന് എനിക്ക് ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കും, എൻ്റെ കുടുംബത്തെ സമർപ്പിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ആനന്ദകരമായൊരു ജീവിതം എനിക്ക് നൽകണമേ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ അന്ധകാരവും അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രകാശത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കർത്താവിനെ ആരാധിക്കാം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം, പിതാവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറഞ്ഞിടുക. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ ഞങ്ങളിൽ നിറഞ്ഞിടുക. സങ്കീർത്തനം 118:24 വചനം പറയുന്നു, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ചു ഉല്ലസിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ സന്തോഷത്തെക്കുറിച്ചും ആത്മീയ ആനന്ദത്തെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. 103 സങ്കീർത്തനത്തിലെ സങ്കീർത്തൻ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ നീ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. ദൈവം എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ദൈവം നമ്മളെപ്പോഴും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ എപ്പോഴും ഹൃദയത്തിൽ നമ്മൾ ആരാധിക്കണം. ആ ദൈവത്തിന് നന്ദി പറയണം. എല്ലാം ദൈവം ദാനമായി തന്നതാണ്. ഒന്നും നമ്മുടെ യോഗ്യതയോ അധ്വാനത്തിൻ്റെയോ പരിശ്രമത്തിൻ്റെയോ ഫലങ്ങളല്ലല്ലോ, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന നല്ല ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:23 ഈശോ പറയുന്നുണ്ട്,
യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. അല്ല, അതിപ്പോൾ തന്നെയാണ്. ഈശോ ഉറപ്പാക്കുക, ഇപ്പോഴാണ് നീ ആരാധിക്കേണ്ടത്. ഇപ്പോൾ നീ ദൈവത്തിന് നന്ദി പറയണം, പിതാവിനെ ആരാധിക്കണം, പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തണം, പരിശുദ്ധാത്മാവിന് നന്ദി പറയണം. പ്രിയരെ, നമ്മൾ ഈ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് നമ്മൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് ഓർത്തേ. അവനോടുള്ള സ്നേഹം, ദൈവം നടത്തിയ വഴികൾ, വിധങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നാം അറിയാതെ പരിശുദ്ധാത്മാവ് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം വരെ കൈപിടിച്ചൊരു ദൈവമുണ്ട്, പരിപാലിച്ചൊരു കർത്താവുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ കരങ്ങളൊന്ന് തുറന്നു പിടിച്ച്, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കണ്ണുകളൊക്കെ നടച്ച് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് ധ്യാനിച്ച് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനൊന്ന് ആരാധിക്കാം. ഈശോയ്ക്കൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പിതാവേ, യേശുവേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ ദാനമാണല്ലോ ആത്മീയ ആനന്ദം. ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന അവിടെ നിന്നാണല്ലോ, ഹൃദയത്തിൽ ആനന്ദം നൽകുന്ന അവിടെ നിന്നാണല്ലോ, ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പഠിപ്പിക്കുന്നത് നീയാണല്ലോ കർത്താവേ. നിന്റെ സാന്നിധ്യമാണല്ലോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആനന്ദവും ശക്തിയും അനുഗ്രഹവും എല്ലാം അവിടുന്ന് തന്നെയാണല്ലോ പിതാവേ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ആരാധന പിതാവേ. നമുക്കൊന്ന് ചേർന്ന് ആ ദൈവപിതാവിനെ, പുത്രനായ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിച്ച് അവൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാമോ? പാടി ആരാധിക്കാം. ആരാധന, 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 ആരാധന. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. കരങ്ങളൊന്ന് സാവധാനം ചലിപ്പിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിനൊരു ആരാധന പാടാം. ഹല്ലേലൂയ. 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 ശിവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ,
ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു കർത്താവേ. ഇതുവരെ ഞങ്ങളെ നടത്തിയ പരിപാലിച്ച ദൈവമേ, എല്ലാ അനുഗ്രഹത്തിന്റെ ഉറവിടമായവനേ, ആരാധന ആരാധന ആരാധന. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയും. ഈശോയെ നിനക്ക് നന്ദി പറയും. എല്ലാ നന്മകളെയും എല്ലാ ജീവിതാനുഭവങ്ങളെയും ഓർത്ത് ഈശോയെ നിനക്ക് നന്ദി പറയും. പലതരടുത്തെന്ന് പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ പല നിയോഗങ്ങളുമുണ്ട്. അവയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. മനുഷ്യരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ നമ്മൾ വിശ്വാസത്തിലെ കൂട്ടായ്മയിൽ സമർപ്പിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ SLC, +2, ഡിഗ്രി ഇങ്ങനെയുള്ള പല കോഴ്സുകൾ പൂർത്തിയാക്കി നിൽക്കുന്ന സമയമാണ്. അവരുടെ മുമ്പോട്ടുള്ള പഠനം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഏത് സ്ഥാപനത്തിൽ എവിടെ പഠിക്കണം, നമ്മുടെ മുമ്പിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം ഒരു വിഷയം. ഇനി അവരുടെ വിളി ഒരു സമർപ്പണ ജീവിതത്തിലേക്കാണോ? ദൈവം അപ്രകാരം അവരെ വിളിക്കുന്നുണ്ടോ? ആ വിളിയിൽ ഒരു ഉറപ്പ് ലഭിക്കാത്ത അവസ്ഥയുണ്ടോ? ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, അവിടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ? ഒരു ജോലി മേഖല, വിവാഹം, ഇങ്ങനെ നമ്മുടെ മക്കളുമായി, കൊച്ചുമക്കളുമായി ബന്ധപ്പെട്ട ധാരാളം മേഖലകളുണ്ട്. യെശയ്യാന്റെ പ്രവചനം 48:17 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. ദൈവം പറയുക, നിന്റെ മക്കളുടെ പഠന മേഖല അവരേത് തിരഞ്ഞെടുക്കണം, ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളൊന്നടച്ച് നമ്മുടെ മക്കളെല്ലാവരെയും ഇപ്പോൾ ഈ ശുശ്രൂഷ മധ്യേ ദൈവ തിരുമുമ്പിലേക്ക് സമർപ്പിക്കാം. ദൈവം ഇത് നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു സമയമാണ്, ദിവസമാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ ഭാവിയെ എല്ലാം ദൈവകരങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കാം. നമ്മുടെ വലതുകരമൊന്ന് ഉയർത്തി ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. ദൈവമേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുക കർത്താവേ. ഞങ്ങൾ ആരാധിക്കുമ്പോൾ അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ മക്കളുടെ ഭാവി അനുഗ്രഹമായി തീരണമേ. അവർക്ക് നീ വഴി അലിച്ചു കൊടുക്കണമേ, വഴി കാണിച്ചു കൊടുക്കണമേ. നീ അവരെ മുമ്പോട്ട് നയിക്കണമേ. അവർ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഗീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഗീതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടും നീ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടും നീ.
പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ അനേകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. അനേകരുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു പോയ ജീവിതങ്ങളുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും ഒരു സാമ്പത്തിക പുരോഗതിയില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, വലിയ കടഭാരം. അങ്ങനെ ഞെരുങ്ങുന്ന ധാരാളം പേര് നമ്മുടെ കൂടെയില്ലേ. നമ്മൾ ഒരുപക്ഷെ ആ അവസ്ഥയിലൂടെ ആയിരിക്കില്ലേ കടന്നു പോകുന്നത്. സുഭാഷിതം 10:22 വചനം പറയുന്നില്ലേ, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഒരുവന് സമ്പത്ത് നൽകുന്നത്, അതിൽ അവിടുന്ന് ദുഃഖം കലർത്തുന്നില്ല. ദൈവം നൽകുന്ന സമ്പത്തിൽ ആനന്ദമുണ്ട്. സമ്പത്ത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം നമ്മൾ ദൈവത്തോട് ചോദിക്കുക. സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിഞ്ഞു പോകുന്ന വ്യക്തികൾ, ബിസിനസ് തകർന്നവർ, ജോലി മേഖലയിൽ തകർന്നു പോയവർ, അങ്ങനെ വലിയ കടബാധ്യതയിൽ കടക്കിണിയിലൊക്കെ എത്തി നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് സമ്പത്ത് നൽകുന്നത്. നിനക്ക് സമ്പത്ത് നൽകുന്ന ദൈവത്തിന് ഇനിയും നിന്റെ സാമ്പത്തിക മേഖലയെ ഇടപെടാനും അനുഗ്രഹിക്കാനും പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. നമ്മുടെ കരത്തിൽ നമ്മുടെ കടഭാരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സാമ്പത്തിക ആവശ്യങ്ങൾ എല്ലാം ഒന്ന് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിക്കുക. പ്രിയരെ, യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശു നമ്മുടെ കാർഷിക മേഖല അനുഗ്രഹിക്കട്ടെ, ബിസിനസ് മേഖല അനുഗ്രഹിക്കട്ടെ, ജോലി മേഖല അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ അധ്വാനങ്ങളെ യേശു അനുഗ്രഹിച്ചാൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മാറും, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹമായി മാറും. ആ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ നാഥ. പ്രിയമുള്ളവരെ, യോഹന്നാൻ 14:27 ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. ഇന്ന് ഈ ഒരുപക്ഷെ നീ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലൊരു ശാന്തതയോ സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അല്ല, നിൻ്റെ കുടുംബാന്തരീക്ഷം അപ്രകാരമുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോവുക. നമ്മുടെ സമൂഹങ്ങളിൽ അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യം ഈ നാളുകളിൽ വലിയ ശാന്തിയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അപ്പം വ്യക്തികൾ എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ, ഒരു രാഷ്ട്രം എന്ന നിലയിൽ സമാധാനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു ശാന്തമായ ജീവിതം നയിക്കുവാൻ ദൈവം നൽകുന്ന സമാധാനം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ഇപ്പം ഈശോ നമ്മളോട് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ സമാധാനം നൽകുന്നത് യേശുവാണ്. ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, കുടുംബത്തിനായിക്കൊള്ളട്ടെ, സമൂഹത്തിനായിക്കൊള്ളട്ടെ, രാഷ്ട്രത്തിനായിക്കൊള്ളട്ടെ, സമാധാനം നൽകുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറ്റില്ല. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നീ ഇന്ന് സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ യേശു നിനക്ക് സമാധാനം തരാൻ പോവുക. യേശു നിന്റെ കുടുംബത്തിൽ സമാധാനം തരാൻ പോവുക. നീ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സമാധാനം നൽകുവാൻ യേശുവിന് സാധിക്കും. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത്. സമാധാനമില്ലെങ്കിൽ സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ദൈവത്തിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം തരും. ഒരുപക്ഷെ മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, നാളുകളെക്കുറിച്ച് സമാധാനമില്ലാതെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിനക്ക് സമാധാനം തരും. വീണ്ടും നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈ സമാധാനം തരേണ്ട ദൈവമാണ്. ഇത് മനുഷ്യന് തരാൻ പറ്റില്ല, എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് തരാൻ പറ്റില്ല. ദൈവം നമുക്ക് സമാധാനം തരണം. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സമാധാന ദാതാവായ യേശുവിനെ നമുക്ക് വിളിക്കാം. അവിടുന്ന് നമുക്ക് സമാധാനം നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് കടന്നു വന്ന് ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ദൈവിക സമാധാനം നിറയട്ടെ. നാം ജീവിക്കുന്ന സമൂഹങ്ങളിൽ സമാധാനം നിറയട്ടെ. നമ്മുടെ രാഷ്ട്രത്തിൽ, ലോകം മുഴുവൻ ദൈവത്തിന്റെ സമാധാനം കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സമാധാനമില്ലാതെ ഞാൻ നടന്നു, യേശു സമാധാനമായി എന്നെ
അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ നടന്നു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നും നടത്തിയതാൽ. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തുന്നതാ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഷാലോം മിനിസ്ട്രിയോട് ചേർന്നാണ്. ഈ സമയത്ത് നമുക്ക് ഏറെ സ്നേഹത്തോടെ ഷാലോം ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിലൂടെയാണ് ലോകം മുഴുവൻ സുവിശേഷം അറിയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണവും പങ്കുവെക്കലുമാണ് ഈ ദൈവരാജ്യ നിർമ്മിതിക്ക് ആക്കം കൂട്ടിയത്, വേഗത പ്രാപിച്ചത്. ലോകം മുഴുവൻ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള ആത്മീയ ഉത്തരവാദിത്വം ദൈവം വിശ്വസിച്ച് ഏൽപ്പിച്ചത് നമ്മുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ സ്നേഹത്തോടെ ഷാലോമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ അവിടുന്ന് ക്രമീകരിച്ച ഷാലോം ടെലിവിഷനെ നമുക്ക് ഓർക്കാം. ആഗോള കത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹമായി ലോക സുവിശേഷവൽക്കരണത്തിൽ നിർണായകമായ പങ്കുവയ്ക്കുന്ന ഷാലോം വേൾഡിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷാലോം ടൈംസിന് വേണ്ടിയും ട്രേഡിങ്സിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോമിൻ്റെ എല്ലാ മാധ്യമ ശുശ്രൂഷകളെയും ഓൺലൈൻ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഷാലോം ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നവരും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചവരുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ചേരുന്നതാണ് ഷാലോം മിനിസ്ട്രി. നമ്മളും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളും അതിൻ്റെ ഭാഗമാണ്. ഈ മിനിസ്ട്രി നമ്മുടെ മിനിസ്ട്രിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു പുതിയ അഭിഷേകം ഷാലോം മിനിസ്ട്രിക്ക് അവിടുന്ന് നൽകണമേ. ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ നിന്റെ ആത്മാവിൻ്റെ പുതുക്കപ്പെട്ട ഒരു അഭിഷേകം കർത്താവേ മിനിസ്ട്രിയിലേക്ക് അയക്കണമേ. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ, മാറ്റത്തിൻ്റെ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് രണ്ടാം പെന്തക്കോസ്ത് ഷാലോം മിനിസ്ട്രി സംഭവിക്കട്ടെ കർത്താവേ. ലോകത്തെ മുഴുവൻ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശുശ്രൂഷകൾ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ, പുതിയ ഉണർവ് പ്രാപിക്കട്ടെ. ശുശ്രൂഷകൾ ആത്മാവിൽ ഉണരട്ടെ. എല്ലാ മിനിസ്ട്രികളും അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ. ഇത് അഭിഷേകത്തെ കാറ്റാഞ്ഞു വീശട്ടെ. പുതിയൊരു പെന്തക്കോസ്ത് ദിനമാകട്ടെ. ഇത് അഭിഷേകത്തെ കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാവട്ടെ. പുതുശക്തിയായി പുത്തനുണർവായി കൃപയുടെ നിറവാൽ പൂരിതരാകട്ടെ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷ, നമ്മൾ കേട്ട വചന ശുശ്രൂഷയും പ്രാർത്ഥനയെല്ലാം നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കുമൊക്കെ ഒരുപാട് അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു ആനന്ദത്തിൻ്റെ ജീവിതം നയിക്കുവാൻ, പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഈശോ നമുക്ക് അവിടുത്തെ കൃപ നൽകട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകൾ, അതുപോലെ ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അത് ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ അപേക്ഷകൾ അയയ്ക്കുക. ഷാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ എല്ലാ ദിവസവും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് നമ്മളുടെ ഓരോ മാസത്തെയും 3-ാമത്തെ ബുധനാഴ്ചകളിൽ ഇവിടെ പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ എല്ലാ SPF അംഗങ്ങൾക്ക് വേണ്ടി, ഷാലോമിൻ്റെ എല്ലാ ഉപകാരികൾക്ക് വേണ്ടി
പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ, മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അയക്കുന്ന ഓരോ പ്രാർത്ഥനകളും, നമ്മുടെ ഓരോ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. ശാലോം മുന്നോട്ട് പോകുമ്പോൾ ഇതിനുവേണ്ടി സമർപ്പിക്കുന്ന, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അധ്വാനിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഈശോ അനുഗ്രഹിക്കും. എല്ലാവരെയും കർത്താവ് മാനിക്കുന്നുണ്ട്, അനുഗ്രഹമായി മാറ്റുന്നുണ്ട്. അതിനാൽ നമ്മളാരും തനിച്ചല്ല. ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്കറിയാം, ശാലോമിൻ്റെ ശുശ്രൂഷകൾ മറ്റൊരു വരുമാനവുമില്ലാതെ, മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനുവേണ്ടി കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. നിങ്ങളുടെ സമർപ്പണം, അതുപോലെ പങ്കുവെക്കൽ, പ്രാർത്ഥന, അധ്വാനം, ഇതെല്ലാം ശാലോമിന് ഒരുപാട് വിലപ്പെട്ടതാണ്, കർത്താവിന് ഒരുപാട് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം, നമ്മൾ ഓരോരുത്തരും ഒരു വലിയ ദൈവ ശുശ്രൂഷയുടെ ഭാഗമാണ്. നമുക്ക് അഭിമാനത്തോടെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന ശാലോമിന് ഏറെ അനുഗ്രഹമാണ്. പ്രാർത്ഥനയിലൂടെയാണല്ലോ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും നമുക്ക് അനേക ശുശ്രൂഷകൾ ആരംഭിക്കണം. കർത്താവിൻ്റെ വചനം ലോകം മുഴുവനും എത്തിക്കണം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നമ്മളിലൂടെ യാഥാർത്ഥ്യമാകണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്, ഞങ്ങളുടെ സ്നേഹ കൂട്ടായ്മയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. അതിനാൽ നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ശുശ്രൂഷകളെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ശാലോമിനെ സമർപ്പിക്കാം, ശുശ്രൂഷകളെ സമർപ്പിക്കാം. എല്ലാ മേഖലയിലും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു വന്ന് അവിടുത്തെ കുറവുകളെല്ലാം അവിടുത്തെ കുറവുകളിലെല്ലാം അമ്മ കടന്നു വന്നതുപോലെ പരിശുദ്ധി അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും അമ്മ കടന്നു വരണമേ. ശുശ്രൂഷയിലേക്ക് അമ്മ കടന്നു വരണമേ. അമ്മയെ ക്ഷണിച്ച്, അമ്മയെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയ